അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചങ്ങായിമാരെ, നമ്മളെ മുഹിമ്മാത്തിലെ സെയ്ദ് ത്വാഹിർ തങ്ങൾ ഉസ്താദിന്റെ ഉറൂസ് മുബാറക്കിന്റെ ആദ്യ ദിവസമായ ഇന്ന് നമ്മളുള്ളത് ഇച്ചിലങ്കോട് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്താണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ചങ്ങായിമാരെ, നമ്മൾ ഉറൂസിന്റെ തുടക്കം ആരംഭിക്കുന്നത് ഇച്ചിലങ്കോട് റാഫി ബിൻ ഹബീബ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യലോട് കൂടിയാണ്. ഒരുപാട് കാലം അത്രയും സെയ്ദ് ത്വാഹിർ തങ്ങൾ ഉസ്താദിന്റെ ഉറൂസ് തുടങ്ങുന്നത് ഇവിടെ സിയാറത്ത് ചെയ്യലോട് കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിലങ്കോടും മുഹിമ്മാത്തും തമ്മിൽ ത്വാഹിർ തങ്ങൾ ഉസ്താദ് ഉണ്ടാകുമ്പോൾ തന്നെ വലിയ അഗാധമായ ബന്ധമുണ്ട്. ആ ബന്ധം ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഉറൂസിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഖത്മുൽ അഹ്ദലിയ സംഘം നടത്തുന്ന ബൈക്ക് റാലിയുടെ കൂടിയായിരുന്നു നമ്മുടെ യാത്ര. അസ്ർ നിസ്കാരത്തിന്റെ സമയമായതുകൊണ്ട് ശാന്തിപ്പള്ളത്ത് വെച്ച് അസ്ർ നിസ്കരിച്ച് അവിടുന്ന് നമ്മൾ ഇറങ്ങി. നമ്മുടെ ജാഥാ നായകനായിരുന്നത് ഉറൂസ് ചെയർമാനായ എണ്ണൂർ തങ്ങൾ ഉസ്താദായിരുന്നു. നമ്മുടെ റാലി സീതാങ്കോളിയും കഴിഞ്ഞ് പിന്നീട് മുഗുറോഡിൽ നിന്ന് വെച്ചായിരുന്നു നാട്ടാരും മുഹിമ്മാത്തിലെ വിദ്യാർത്ഥികളെല്ലാം ഒന്നിച്ചുള്ളതായ റാലി. പിന്നീട് അത് നേരെ മുഹിമ്മാത്തിലേക്ക് എത്തി. റാലി ഒന്ന് നല്ല കളറാൻ വേണ്ടി പ്രത്യേകമായിട്ട് സ്കൗട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ ദഫും താലിം വിദ്യാർത്ഥികളുടെ അറമനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ത്വാഹിർ തങ്ങൾ ഉസ്താദിനെ സിയാറത്ത് ചെയ്യലോടുകൂടി നമ്മുടെ മുഹിമ്മാത്തിലെ പരിപാടി ആരംഭിച്ചു. ശേഷം എല്ലാവരും അണിനിരന്നുകൊണ്ട് ചെയർമാനായിരുന്ന എൺമൂർ തങ്ങൾ ഉസ്താദ് പതാക ഉയർത്തി. പിന്നീട് മരിച്ചവർക്ക് വേണ്ടിയുള്ള ഖത്മുൽ ഖുർആനിന്റെ പരിപാടിയായിരുന്നു. കുട്ടികൾ വരെ ഓരോരോ ജുസ് ഓതി തീർത്തു. 4 ദിവസത്തെ സേവനത്തിനായി ഖത്മുൽ അഹ്ദലിയ സംഘങ്ങൾ മുമ്പേ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പൊ ചങ്ങായിമാരെ, നമ്മൾ ഉറൂസ് തുടങ്ങിനവേ എല്ലാരും വരണം ട്ടോ. ശരിയെന്നാ.